പുറമേ പെർഫെക്റ്റ് എന്ന് തോന്നുന്ന നാർസിസ്റ്റിക് ഫാമിലികൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുമ്പോ എത്ര പെർഫെക്റ്റ് ആണ് അവര് എന്നൊക്കെ. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും ഒക്കെ പുറമേ കാണുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരു അടുപ്പോ ആത്മാർത്ഥതയോ കണക്ഷനോ ഒന്നുമില്ലാത്ത ഫാമിലിയെ നമുക്ക് നാർസിസ്റ്റിക് ഫാമിലി എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതോ ഒരു നാർസിസ്റ്റിക് പാരന്റ് കാരണമാണ് ആ ഫാമിലി അത്തരത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. നാർസിസ്റ്റിക് ഫാമിലി അല്ലെങ്കിൽ നാർസിസ്റ്റിക് പാരന്റ്സ് ഉള്ള വീടുകളിൽ വ്യക്തമായ രീതിയിൽ തന്നെ അവിടെയുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ആ കുടുംബത്തിന്റെ റൂൾസ് അറിയാം എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ സ്നേഹമല്ല അവിടെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കപ്പെടുന്നത്, റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള ഫീലിങ്സ് നാർസിസ്റ്റിക് ഫാമിലിയിൽ പ്രകടിപ്പിക്കാനായി സാധിക്കില്ല. നിങ്ങൾ വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്ത് അത് വലിയൊരു ബേർഡൻ ആയിട്ടാണ് നാർസിസ്റ്റിക് പാരന്റ്സ് കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷിക്കാം അല്ലെങ്കിൽ കുറച്ചൊരു എക്സൈറ്റ്മെന്റ് കാണിക്കാം എന്ന് വിചാരിച്ചാൽ എന്താ ഇത്ര സന്തോഷിക്കാൻ, എന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കും. അവിടെ ഒരിക്കലും എന്തില്ല, ഒരു ഫീലിങ്സ് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ്. പുറമെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫാമിലിയാണ്, ഉള്ളിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല, പരസ്പരം ഒരു കണക്ഷനും ഫീൽ ചെയ്യില്ല, ഒരു ശത്രുതയോ അല്ലെങ്കിൽ വെറുപ്പോ ഒക്കെ ഉള്ളിൽ പരസ്പരം കൊണ്ടു നടക്കുന്നത് പോലുള്ള കുടുംബാംഗങ്ങളാണ് ആ ഫാമിലിയിൽ ഉള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടാകില്ല. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടുത്തെ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്യുന്നതെങ്കിലും അപ്രൂവൽ ഗെയിം എന്ന് പറയുന്നത് അവിടെയുണ്ട്. ആ വാക്ക്, അത് ലാസ്റ്റ് വാക്ക്, അത് അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള അനാവശ്യമായ ഹഡിൽസ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ എപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയും ദുരന്തത്തിലാക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം, ആ വീട്ടിലുള്ള കുട്ടികൾ എപ്പോഴും ഒബ്ജക്റ്റുകളായാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. സ്വന്തം ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും മറ്റുള്ള കുട്ടികളെ പോലെ വളർന്നു വരാനും അവർക്ക് ആ വീടുകളിൽ ഒരു സാഹചര്യവും ഇല്ല. ഇത്തരം ഒരു കുടുംബാന്തരീക്ഷവും നമുക്കിടയിൽ പലരും കടന്നു പോകുന്നുണ്ട്. അത് നാർസിസ്റ്റിക് ഫാമിലിയുടെ എലമെന്റ്സ് ആണ്. നാർസിസ്റ്റിക് ആയ പങ്കാളി മാത്രമല്ല, നാർസിസ്റ്റിക് ആയ പാരന്റ്സും ജീവിതം ദുരന്തപൂർണമാക്കാറുണ്ട്. അപ്പോ കൂടുതൽ പേരും ഒരിക്കലും പങ്കാളിയിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ മാത്രമല്ല മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പാരന്റ്സിന്റെ പാരന്റിങ് രീതിയിൽ നിന്നും പലരും ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു.